സാറേ, ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ തന്നെ ഒരു ഗതികേട്, അതിൻ്റെ ഭരണാധികാരികൾക്കൊന്നും ഒന്ന് അവർക്ക് സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ പറ്റുന്നില്ല എന്നതാണ്. ഒന്നുകിൽ അവർ നാട് വിട്ടു പോയിട്ട് അന്യരാജ്യത്ത് അഭയം തേടേണ്ടി വരും, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ തടവറയിൽ കിടന്ന് മരിക്കേണ്ടി വരും. ഇതാണ് പലപ്പോഴും. അല്ലെങ്കിൽ സ്വന്തം ജനത ആക്രമിച്ചു കൊല്ലും, അല്ലെങ്കിൽ സ്വന്തം രാജ്യം തൂക്കിലേറ്റും. ഇങ്ങനെ ഗതികെട്ടൊരു നാടാണ്. അല്ലെങ്കിൽ ജനാധിപത്യത്തെ മാറി മാറി പട്ടാളം അട്ടിമറിച്ചുകൊണ്ടേയിരിക്കും. ഒരു സ്ഥിരതയും ഇല്ലാത്ത, ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഒരു നാട് ഇന്ന് വരെ ജനതയ്ക്ക് സുസ്ഥിരമായ ഒരു ഭരണമോ സുസ്ഥിരമായ ഒരു സമാധാന കാലമോ സംഭാവന ചെയ്തിട്ടില്ലാത്തൊരു നാടാണ്. അത് അതിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്, ജെനറ്റിക്കൽ കോഡിന്റെ കുഴപ്പമാണത്. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാകിസ്ഥാൻ ലോകത്തിന് വലിയ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് അല്ലെ, മുൻ പ്രധാനമന്ത്രി, ക്രിക്കറ്റ് താരം കൂടിയായിരുന്ന ഇമ്രാൻഖാൻ, തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ നേതാവ്, ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ അനുയായി ബന്ധമുണ്ട്. വലിയ തോതിൽ മാസ് ബേസ് ഉള്ള ഒരു ലീഡറാണ് അദ്ദേഹം. ക്രിക്കറ്റിൽ നിന്ന് വന്നതുകൊണ്ടാവും. മാത്രമല്ല, സാമാന്യം ഭരിച്ച കാലത്ത് അത്രയേറെ ജനവിരുദ്ധമല്ലാത്ത രീതിയിൽ ഭരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ചിത്രം അദ്ദേഹം ജയിലിലാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നില അപായപ്പെട്ടിരിക്കുന്നു, അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊക്കെ തുടങ്ങിയ വാർത്തകൾ നമ്മൾ തന്നെ ഒരു ഫ്ലാഷ് ന്യൂസ് പോലെ കൊടുക്കേണ്ടി വന്നു. ഇമ്രാൻഖാൻ മരിച്ചുവോ എന്ന സംശയത്തിൽ. അത് ലോകമാധ്യമങ്ങൾ പലർക്കും അങ്ങനെ ആശങ്കയുണ്ടായിരുന്നു. സത്യത്തിൽ എന്താണ് ഇപ്പൊ ഇമ്രാൻഖാന്റെ ഒരു അവസ്ഥ? അതിനെക്കുറിച്ച് ഒരു ഈ ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ അനുഭവം വെച്ചിട്ട് ഇത്തരം സന്ദർഭങ്ങളെ ഒരുപാട് നിർദ്ധാരണം ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ സാർ ഊഹിക്കുന്നത് എന്താണ്? എന്താണ് പാകിസ്ഥാനിൽ നടന്നിരിക്കാനിടയുള്ളത്? ഉദാഹരണത്തിന് ഇപ്പൊ ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ സർക്കാരിന്റെ അടുത്ത്, അതായത് മുൻ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യവും അദ്ദേഹത്തിന്റെ ജീവനും ഉറപ്പു നൽകണം എന്ന് പറയും. അപ്പൊ ഇത് ഐക്യരാഷ്ട്രസഭ ഇത് ആവശ്യപ്പെടാൻ കാരണം, ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന അഫ്ഗാൻ ടൈംസ് എന്ന് പറയുന്ന അതിന്റെ ഹാൻഡിലില് ഒരു എക്സിലൊരു ഇത് വന്നിരുന്നു. അത് ആ എക്സിൽ വന്ന സാധനമാണ്. പിന്നെ അത് വീണ്ടും അത് വൈറലായിട്ടാണ് അഫ്ഗാൻ ടൈംസിലാണ് ആദ്യം വരുന്നത്. അഫ്ഗാൻ ടൈംസിന്റെ ഹാൻഡിലിൽ നിന്നാണ് ഈ ഒരു പോസ്റ്റിംഗ്, ഓൺലൈൻ പോസ്റ്റിംഗ് വരുന്നതും പിന്നീട് അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനെ തുടർന്നിട്ടാണ് അവസാനം ഇമ്രാനെ കാണുന്നില്ല. കഴിഞ്ഞ 6 ആഴ്ചയായിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഈ നൊറീൻ നിയാസി എന്ന് പറയുന്നത് ഇമ്രാന്റെ സിസ്റ്ററാണ്. 2 സിസ്റ്റർ ഒരാളാണ് ഈ നൊറീൻ നിയാസി കഴിഞ്ഞ നവംബർ 15 പോയാണ് അവസാനം കാണുന്നത്. അതിനുശേഷം പിന്നെ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ കാസിം ഖാൻ, അദ്ദേഹത്തിന്റെ മകനും പറയുന്നുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷം, നവംബർ 15 ശേഷം ഇമ്രാനെ കുറിച്ചിട്ട് യാതൊരു വിധമായ വിവരവും പുറം ലോകം അറിയുന്നില്ല. ബന്ധുക്കൾക്ക് കാണാൻ കഴിയുന്നില്ല, മക്കൾക്ക് കാണാൻ കഴിയുന്നില്ല, ഭാര്യയ്ക്ക് കാണാൻ കഴിയുന്നില്ല, സഹോദരിമാർക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇമ്രാൻഖാന് എന്നുള്ളത് ഉറപ്പാണ്. അത് പാകിസ്ഥാൻ സർക്കാർ മൂടി വയ്ക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും വസ്തുതകളാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വാർത്ത പരക്കുകയും ഐക്യരാഷ്ട്രസഭ പോലും ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം തൊട്ട് പാകിസ്ഥാനിലെ ഈ PTI, പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫിന്റെ പ്രവർത്തകർ ശരിക്കും പറഞ്ഞാൽ 1-2 തവണ ആഭ്യന്തര കലാപത്തിന്റെ വക്കിലെത്തിയതാണ്. അപ്പം ഇസ്ലാമാബാദൊക്കെ കംപ്ലീറ്റ് എന്താ പറയുക, ഒരു ഉപരോധം തന്നെ സൃഷ്ടിച്ച് വലിയ കൊള്ളിവെപ്പും ഒക്കെ ഉണ്ടായൊരു സംഗതിയാണ് നേരത്തെ PTIക്കാർ സംഘടിച്ചിട്ട്. ഇതിപ്പോ അന്ന് ഇമ്രാന്റെ വൈഫായിരുന്നു നേതൃത്വം നൽകിയിരുന്നു. ഇന്നിപ്പം സ്വമേധയാ ജനങ്ങൾ അവിടെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് അവിടുന്ന് നമുക്ക് കിട്ടുന്ന ചില സൂചനകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തോ ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ജീവഹാനി സംഭവിച്ചിട്ടുണ്ടോ? കാരണം ഈ നവംബർ 15 ശേഷം ഇന്നിപ്പം നമ്മൾ ഈ മാസം 29 എന്തുകൊണ്ട് ബന്ധുക്കൾക്ക് പാകിസ്ഥാൻ സർക്കാർ വിവരം കൊടുക്കുന്നില്ല? മറിച്ച് പാകിസ്ഥാൻ സർക്കാർ ഐക്യരാഷ്ട്രസഭയുടെ ഈ ഒരു അഭ്യർത്ഥന വന്നതിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, അദ്ദേഹം ഭദ്രമാണെന്ന് പറയുന്നത്. മറിച്ച് ഏതെങ്കിലും ഇങ്ങനെയുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു ചിത്രമോ
അതല്ലെങ്കിൽ ജയിലിലിരിക്കുന്ന ചിത്രമോ അല്ലെങ്കിൽ സുഖമായിട്ടിരിക്കുന്ന ചിത്രമോ ഒക്കെ പ്രസിദ്ധീകരിക്കാവുന്നതാണ്. പക്ഷെ അത് മാത്രമല്ല, ആ സ്റ്റേറ്റ്മെന്റിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുമില്ല. ഇല്ല. ഇതൊക്കെയാണ് ഒരു സംശയം ഉയർത്തുന്ന സംഗതി. അതെ അതെ. അതേ സമയത്ത് സാർ, ഇതിനിപ്പോ ഞാൻ ഈ സാറ് പറയുന്ന ഊഹങ്ങളും ഒക്കെ ശരിയാണ്, നമ്മുടെ സംശയങ്ങളൊക്കെ ശരിയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ആഗോള വാർത്തകൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാർത്താ നിർമ്മാതാക്കളായതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായ ഗവൺമെന്റാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. തീർച്ചയായും. പട്ടാള മേധാവി അസീം മുനീർ ആയാലും ഇപ്പോഴത്തെ ഈ സർദാരി ആയിരുന്നാലും ഒക്കെ എന്താണ് ഇദ്ദേഹത്തിന്റെ അനിയൻ, നമ്മുടെ നവാസ് ഷെരീഫിന്റെ അനിയൻ ഷഹബാസ് ഷെരീഫ് ആയിരുന്നാലും, ഞാൻ പറയുന്നത് ഒരു കാലിബറും തെളിയിച്ചിട്ടില്ലാത്തൊരു ഗവൺമെന്റാണ്. അങ്ങനെ ഒരു ഗവൺമെന്റിന് ആ രാജ്യം കണ്ട ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ, ഏറ്റവും ശക്തനായ രാഷ്ട്രീയ എതിരാളിയെ വകവരുത്താനൊക്കെയുള്ള ധൈര്യം വരുമോ എന്നുള്ള ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത്, ആഭ്യന്തരമായ കലഹങ്ങൾ കൊണ്ട് ബലൂചിസ്ഥാനിലായാലും പഷ്തൂണിസ്ഥാനിലായാലും പഞ്ചാബിലായാലും സിന്ധിലായാലും പാകിസ്ഥാൻ കാശ്മീരിലായാലും ഒക്കെ തന്നെ ആഭ്യന്തരമായ സംഘർഷങ്ങളാൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന്. മറുഭാഗത്ത് അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാൻ വലിയ തോതിൽ ഇവർക്ക് നേരെ ഭീഷണി ഉയർത്തുന്നു. ഇത്തരം സംഘർഷങ്ങളുടെ ഒക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു സമയത്ത് മാത്രമല്ല, ഇന്ത്യയോട് ഒരു വലിയ തിരിച്ചടി ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സമയത്ത് ഇവരുടെ ആഭ്യന്തരമായ, അവിടെ ഈ പറഞ്ഞ ഒരു ജൻസി പോലെ ഒരു ആഭ്യന്തരമായ ഒരു പുതിയ കലാപം പൊട്ടിപ്പുറപ്പെടാനും പോലും അവസരം ഉണ്ടായേക്കാം. ആ നേരത്ത് ഭരണകൂടം ഇതൊക്കെ ഒന്ന് ശ്രദ്ധ തിരിക്കാനും അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഉത്കണ്ഠയിലേക്ക് രാജ്യത്തെ ഉണർത്താനും വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു വാർത്തയും ആയിക്കൂടെ എന്നാണ് എൻ്റെ ഒരു ശങ്ക. അത് ന്യായമായൊരു ഡൗട്ടാണ്. കാരണം പാകിസ്ഥാൻ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു സംഗതി. പക്ഷെ പാകിസ്ഥാനെ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അസീം മുനീർ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തിനാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഉദാഹരണത്തിന് പർവേസ് മുഷറഫ് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഒന്നുകിൽ ഭയങ്കര, ഇപ്പം സിയാവുൽ ഹക്ക് വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു. പർവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഒരേ സമയത്ത് സോഫിസ്റ്റിക്കേഷനും അതേ സമയത്ത് ക്രൂരതയും എല്ലാം കൂടെ കളന്ന കക്ഷിയായിരുന്നു. ഈ ആസിം മുനീറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുതരം ആത്മവിശ്വാസം ഇല്ലായ്മ അയാൾ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമാണ് ഇമ്രാനെ ജയിലിൽ അടച്ചത്. അസീം മുനീറിന്റെ താല്പര്യം മാത്രമാണ് ഇമ്രാനെ ജയിലിൽ അടയ്ക്കുന്നത്. അപ്പൊ ഈ അസീം മുനീറിന്റെ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ സിന്ദൂർ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇദ്ദേഹം അവിടെ ഭയങ്കര സംഭവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഫീൽഡ് മാർഷൽ പദവി വാങ്ങിക്കുന്നത്. എന്നിട്ട് ഇപ്പോ ഇദ്ദേഹത്തിന് ഒറ്റയ്ക്കൊരു അട്ടിമറി നടത്താനുള്ള ഒരു ആത്മവിശ്വാസം ഇല്ല. ഇപ്പൊ പട്ടാള ഭരണം എല്ലാം വന്നിരിക്കുന്ന അട്ടിമറികളിലൂടെയാണ്. പക്ഷെ അസീം മുനീറിന് അതിനുള്ള ഒരു ധൈര്യമോ ആത്മവിശ്വാസമോ ഇല്ലാത്തൊരു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന അമേരിക്കയായിട്ട് നടത്തിയെന്ന് തോന്നുന്നു ഇടക്കാലത്ത്. നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം ഇയാൾക്കില്ല. മാത്രമല്ല, അയാൾ ചെയ്യുന്ന ഏർപ്പാടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് തന്നെ അപകടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് മറ്റേ പഹൽഗാം അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി മോദിയാണെന്നും അടിച്ച് മറ്റേ നേരത്തെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഓർമ്മയിലൊക്കെ ഉള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അടി ഉണ്ടാവുമെന്നും ഇന്ത്യയുടെ പൊസിഷൻ എന്താണെന്നും. അപ്പൊ ഈ അസീം മുനീർ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യ ഒരു ബെൻസ് വണ്ടിയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ട്രക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ബോധമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അസീം മുനീറിന്റെ ഉൾപ്പെടെയുള്ളവരുടെ ഈ അവിടുത്തെ ഈ പഞ്ചാബിൽ നിന്നുള്ളവരാണല്ലോ ഭരണാധികാരികളും പിന്നെ അതേപോലെ തന്നെ സൈന്യത്തിന്റെ മുകളിലൊക്കെ ഉള്ളവരെല്ലാം പഞ്ചാബികളാണ്. അപ്പൊ ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വിദേശത്തേക്ക് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇവർ ഏത് നിമിഷവും ഇവിടെ നിന്ന് പലായനം ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഈ നാട് എന്നുള്ളൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ടാണ് മാഷ് പറഞ്ഞതുപോലെ ഇപ്പൊ കഴിഞ്ഞ 3-4 ദിവസം 5-6 ദിവസം മുമ്പാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് സിന്ധിലും പ്രക്ഷോഭം നടക്കുകയാണ്. അപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ രാജ്നാഥ് സിംഗ് പറഞ്ഞത് സിന്ധ് വേണമെങ്കിൽ നാളെ ഇന്ത്യയുടെ ഭാഗമായി മാറാം. അപ്പം ഈ പാകിസ്ഥാന്റെ നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രം മാറാൻ പോവുകയാണ്. കാര്യം ഈ പറഞ്ഞതുപോലെ പിന്നെ ബലൂചിസ്ഥാൻ ആണെങ്കിലും ഖൈബർ പഖ്തൂൺഖ്വ ആണെങ്കിലും പിന്നെ സിന്ധ് ആണെങ്കിലും POK ആണെങ്കിലും എല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പുകഞ്ഞതിനടുത്ത് എല്ലായിടത്തും ഈ പറഞ്ഞതുപോലെ വിഘടനവാദവും അതല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം എന്നുള്ള ലിബറേഷൻ മൂവ്മെന്റുകളാണ്. അപ്പൊ ഇത്ര ഒരു സാഹചര്യം നടക്കുകയും ഇതിനിടയ്ക്ക്
ഈ പറഞ്ഞതുപോലെ ഈ PTI ആണ് ഇദ്ദേഹത്തിനുള്ള നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി, അതായത് ഇമ്രാൻഖാനാണ്. അതെ. അപ്പൊ ഇമ്രാൻഖാനെ എൻ്റെ ഒരു ഇതാണ്, കാരണം ഇയാളൊരു വിഡ്ഢിയും കൂടെയാണ് ഈ അസീം മുനീർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിയും കൂടെ ഒക്കെ ആവശ്യം, അതിനും വേണ്ടി ബുദ്ധിയില്ല. കാരണം ഇയാൾക്ക് ഇവിടെ ബലൂചിസ്ഥാനിൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള റെയറത്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് മണ്ണും വാരിക്കൊണ്ട് പോയി ട്രംപിന്റെ അടുത്ത് പോയി തുറന്നു കാണിച്ച മനുഷ്യനാണ്. അപ്പൊ ഈ അത്തരം ഉള്ള ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത വ്യക്തിയാണ് ഈ അസീം മുനീർ എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾ ഈ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു വിഡ്ഢിത്തരങ്ങൾ കാണിക്കും. അതുകൊണ്ടാണ് ഇയാൾ ഇമ്രാനെ പിടിച്ചകത്തിട്ടത്. അപ്പൊ ഇമ്രാനെ തീർത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ ഭീഷണി തീരും എന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു പട്ടാള മേധാവിയാണ് ഈ അസീം മുനീർ. ഇയാളുടെ ആത്മവിശ്വാസം ഇല്ലായ്മയുടെ മറ്റൊരു തെളിവാണ് പാകിസ്ഥാന്റെ 27ാം ഭരണഘടനാ ഭേദഗതി. അതായത് സുപ്രീം കോടതിയെ പോലും പിന്നിലേക്കായിക്കൊണ്ട് മുഴുവൻ അധികാരവും നിലവിലുള്ള അവസ്ഥയും സർവ്വ സൈന്യാധിപൻ, അതായത് 3 സേനകളുടെ സൈന്യാധിപനായിട്ട് ചുമതല ഏറ്റുകൊണ്ട് അധികാരം മുഴുവൻ കേന്ദ്രീകരിക്കുന്നു. അതിനർത്ഥം ഈ ഡെമോക്രാറ്റിക് സിസ്റ്റം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ മുകളിൽ കയറിയിരിക്കുക. എപ്പോഴാണോ അനുകൂലമല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ സ്ഥലം വിടുക. ഇതാണ് അസീം മുനീറിന്റെ ഒരു സാധനം. അതുകൊണ്ടാണ് വേണമെങ്കിൽ ചിലപ്പോൾ ഇമ്രാൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിശയപ്പെടാനില്ല. എന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാനെ വകവരുത്തുക എന്നൊരു പദ്ധതി പാകിസ്ഥാന്റെ ഭരണകൂടത്തിന്റെ തലപ്പത്ത് ഗൂഢമായിട്ടുണ്ട്. അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും സംഭവിച്ചേക്കാതെ. മാത്രമല്ല പാകിസ്ഥാന്റെ ഒരു ഡിസിൻറ്റഗ്രേഷൻ, അത് കാരണം ഇനി ആര് വിചാരിച്ചു കഴിഞ്ഞാലും സമീപ ഭാവിയിലെങ്കിലും പാകിസ്ഥാനെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ വിഘടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ പാകിസ്ഥാനെ ഒന്നിച്ചിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. ഉദാഹരണത്തിന് ചൈന കയറി പിടിക്കും. ചൈന ഇപ്പൊ തന്നെ പിടിച്ചു തുടങ്ങി. കാരണം ചൈന ബലൂചിസ്ഥാനിലും അതേപോലെ തന്നെ എക്കണോമിക് കോറിഡോറിലും നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോഴാണ് അമേരിക്കയ്ക്ക് വിളിച്ചിട്ട് ബലൂചിസ്ഥാനിലേക്ക് അമേരിക്കയെ കൊണ്ടുവരുന്നത്. അപ്പൊ ചൈനയും അമേരിക്കയും കൂടെ ഒന്നിച്ചിട്ടുണ്ടായാലും ബലൂചിസ്ഥാനിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പാകിസ്ഥാൻ എന്നുള്ളത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ധാരണ പോലും അസീം മുനീറിനുണ്ടെങ്കിൽ നമുക്ക് അതിശയിക്കാനില്ല. അപ്പൊ ആ അവസരത്തിൽ ഒരു പക്ഷേങ്കിൽ പുള്ളി അത് വേഗമാക്കാനുള്ള പ്രക്രിയയായിരിക്കാം ചിലപ്പോൾ. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇമ്രാൻഖാനെ അസീം മുനീർ കൊന്നിരിക്കും എന്ന് വേണമെങ്കിൽ കരുതാം നമുക്ക്. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.